ഇന്ത്യയെ വെല്ലുവിളിക്കാൻ വന്നാൽ അത് ലോകശക്തി ആയാലും തിരുത്തി പറയേണ്ടി വരും. ലോകത്തെ വിറപ്പിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വെറും മണിക്കൂറുകൾക്കുള്ളിൽ തന്റെ വാക്കുകൾ വിഴുങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയെ ടാക്സ് കീ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച അതേ ട്രംപ് തന്നെ ഇന്ത്യ ഗ്രേറ്റ് ആണ്, മോദി എന്റെ ഉറ്റ സുഹൃത്താണെന്ന് പെട്ടെന്ന് മാറ്റി പറഞ്ഞതിന് പിന്നിലെ രഹസ്യം എന്താണ്? കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ മലിനീകരിച്ച ചവറ്റുകുട്ടയാണെന്നൊക്കെ അദ്ദേഹം വലിയ വായിൽ നിലവിളിച്ചത്. ഇപ്പൊ എന്തുകൊണ്ട് അദ്ദേഹം നിലപാട് മാറ്റി? ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ നയതന്ത്ര കരുത്തിലേക്കാണ്. പണ്ട് അമേരിക്ക പറയുന്നത് ഇന്ത്യ കേട്ടിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യ പറയുന്നത് കേൾക്കാൻ അമേരിക്ക കാത്തിരിക്കുന്നു. ട്രംപിനെ പോലെ ഒരു നേതാവ് പോലും ഇന്ത്യയും മോദിയും ഭയപ്പെടുന്നുണ്ട് അല്ലെ? അതോ ഇന്ത്യയുടെ സാമ്പത്തിക കരുത്തിന് മുന്നിൽ അദ്ദേഹത്തിന് മറ്റു വഴികളില്ലാത്തതാണോ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു മലക്കം പറച്ചിലിനെ കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഒരു ആക്ഷേപത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ തുടർക്കഥയാണിത്. അതായത് മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യ നേടിയൊരു ആഗോള വിജയം. സംഭവം നടന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രസംഗങ്ങൾക്കിടയിൽ പതിവ് പോലെ ഇന്ത്യയെ കടന്നാക്രമിച്ചു. ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ചും ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾക്കും മറ്റും അമിതമായി ഇറക്കുമതി തീരുവ ചുമത്തിയിരുന്നു. അതുകൂടാതെ ഇന്ത്യയും ചൈനയും എല്ലാം മലിനമാണ്, ഇന്ത്യ അറപ്പാണ്, അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ചില പ്രതികരണങ്ങൾ. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ട്രംപ് അത് മാറ്റി പറയിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യ നമ്മളെ കൊള്ളയടിക്കുകയാണെന്ന തരത്തിലുള്ള കടുത്ത പരാമർശങ്ങൾ പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇത് ലോക മാധ്യമങ്ങളിൽ വലിയ വാർത്തയുമായി. ഇന്ത്യ ഒരു ശത്രുരാജ്യത്തെ പോലെ ട്രംപ് ചിത്രീകരിക്കുന്നു എന്ന തോന്നൽ പലർക്കും ഉണ്ടായി. എന്നാൽ ട്രംപ് ഒരു കാര്യം മറന്നുപോയി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഇന്ന് ആരുടെയും ഭീഷണിക്ക് വഴങ്ങുന്ന രാജ്യമല്ല. പരിഹാസങ്ങൾ കേട്ടാൽ മിണ്ടാതിരിക്കുകയുമില്ല. ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയും സാമ്പത്തിക ഭദ്രതയും ഏതൊരു വിദേശ കമ്പനിക്കും ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നായി വളർന്നു കഴിഞ്ഞു. ട്രംപിന്റെ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യൻ നയതന്ത്ര കേന്ദ്രങ്ങൾ സജീവമായി. എന്നാൽ പരസ്യമായ ഒരു ഏറ്റുമുട്ടലിന് പകരം ഇന്ത്യ ഉപയോഗിച്ചത് അതിശക്തമായ സൈലന്റ് ഡിപ്ലോമസി ആയിരുന്നു. ട്രംപിന്റെ പ്രസ്താവന ഇന്ത്യൻ വംശജരായ അമേരിക്കൻ പൗരന്മാർക്കിടയിൽ ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ അദ്ദേഹത്തെ ബോധപ്പെടുത്താനായി മോദി സർക്കാരിന് സാധിച്ചു. വെറും മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ചിത്രം മാറി. അടുത്ത മാധ്യമ സമ്മേളനത്തിൽ ട്രംപ് വന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഭാവത്തിലാണ്. ഇന്ത്യ ഒരു അത്ഭുതകരമായ രാജ്യമാണ്, എനിക്ക് ഇന്ത്യയെയും അവിടുത്തെ ജനങ്ങളെയും ഒരുപാട് ഇഷ്ടമാണ്, പ്രധാനമന്ത്രി മോദി എന്റെ ഉറ്റ സുഹൃത്താണ്, അദ്ദേഹം ഒരു ഗ്രേറ്റ് ലീഡറാണ്. ഇതൊക്കെയായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. എന്താണ് ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ സംഭവിച്ചത്? ഇതാണ് മോദി പവർ. ട്രംപിന് ഇന്ത്യ വേണം, ഇന്ത്യയുടെ പിന്തുണ വേണം, ഇന്ത്യ എന്ന മാർക്കറ്റ് വേണം, പ്രധാനമന്ത്രി മോദിയുടെ സൗഹൃദവും വേണം. ഇന്ത്യയെ ആക്ഷേപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് കസേരയിൽ ഇരിക്കാനായി അദ്ദേഹത്തിന് കഴിയില്ലെന്ന് ബോധ്യമായി. ഒരു ലോക നേതാവിനെ കൊണ്ട് തന്റെ വാക്കുകൾ തിരുത്തിക്കാൻ സാധിച്ചു എന്നത് ഇന്ത്യയുടെയും മോദിയുടെയും വലിയൊരു നയതന്ത്ര വിജയം തന്നെയാണ്. ഇന്ന് ലോകം ഇന്ത്യയെ നോക്കുന്നത് ഒരു സഹായം ചോദിക്കുന്ന രാജ്യമെന്ന നിലയിലല്ല, മറിച്ച് ലോകത്തെ നയിക്കുന്ന, ലോകത്തെ സഹായിക്കുന്ന, ലോകത്തിന് ആശ്രയിക്കാവുന്ന രാജ്യമെന്ന നിലയിലാണ്. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണ് നമ്മുടെ രാജ്യം. ചൈനയുടെ തകർച്ചയ്ക്ക് ശേഷം ലോകം നോക്കുന്നത് ഇന്ത്യയാണ്. ഏതൊരു വലിയ രാജ്യവും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനായി ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലാണ്. ട്രംപിനെ പോലെ ഒരു ബിസിനസ്സുകാരനും ഇത് നല്ല ബോധ്യമുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന ആ ഒരു ഗർവ്, അതാണ് ഈ പറയിപ്പിക്കുന്നതെല്ലാം. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ഇന്ന് സ്വയം പര്യാപ്തത നേടുന്നു. റഷ്യയുമായും അമേരിക്കയുമായും ഒരുപോലെ ബന്ധം നിലനിർത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നു. പിന്നെ UPI മുതൽ ബഹിരാകാശ ഗവേഷണം വരെ ഇന്ത്യ ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ്. ഗൂഗിളും ആപ്പിളും ടെസ്ലയും ഇന്ത്യയിലേക്ക് വരാനായി ക്യൂ നിൽക്കുമ്പോൾ ഇന്ത്യയെ പിണക്കാൻ ആർക്കും സാധിക്കില്ല. ട്രംപിന്റെ വാക്കുകൾ മാറിയത് ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇന്ത്യയെ ആക്ഷേപിക്കുന്നത് തന്റെ തന്നെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷം ചെയ്യുമെന്നും അദ്ദേഹം മനസ്സിലാക്കി. നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്വാധീനമുള്ള രണ്ട് നേതാക്കളുടെ സൗഹൃദമാണ് മോദിയും ട്രംപും തമ്മിലുള്ളത്. ഹൗഡി മോദിയും നമസ്തേ ട്രംപും വെറും ഒരു പരിപാടികളായിരുന്നില്ല, അത് ലോകത്തിന് നൽകിയൊരു സന്ദേശമായിരുന്നു. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന് മോദിയോടുള്ള ആരാധന ട്രംപ് തന്റെ വോട്ടാക്കി മാറ്റാനായി ശ്രമിക്കുകയാണ്. മറുവശത്ത് അമേരിക്കൻ സാങ്കേതിക വിദ്യയും നിക്ഷേപവും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ മോദി ഈ സൗഹൃദത്തെ ഉപയോഗിക്കുന്നു. ട്രംപ് ഇന്ത്യയെ വിമർശിക്കുമ്പോഴും മോദിയുമായി വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. മോദി ഒരു ടഫ് ലീഡറാണ്, പക്ഷെ അദ്ദേഹം നല്ലവനാണ് എന്ന് ട്രംപ് പറയുന്നത് ഇന്ത്യയുടെ വിലപേശൽ ശേഷിയെയാണ് കാണിക്കുന്നത്. ഇന്ന് ഇന്ത്യ ഒരു പക്ഷത്തോടും ചേരുന്നുമില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങൾ മാത്രമാണ് വലുത്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്ക ശ്രമിച്ചെങ്കിലും ഇന്ത്യ വഴങ്ങിയില്ല. സ്വന്തം ജനതയ്ക്ക് വേണ്ടി റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാൻ ഇന്ത്യ കാണിച്ച ധൈര്യം ലോകം തന്നെ ചർച്ച ചെയ്തതാണ്. ഇത്തരത്തിൽ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു രാജ്യത്തെ ഭീഷണിപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ട്രംപിന്റെ പ്രസ്താവനയും അതിന് പിന്നാലെയുള്ള തിരുത്തലും കാണിക്കുന്നത് ഇന്ത്യ ഇന്ന് ആഗോള രാഷ്ട്രീയത്തിലെ കിങ് മേക്കറായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ്.
ചൈനയോടുള്ള ലോകത്തിന്റെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. അറിയാമല്ലോ, ചൈന കൊടുത്ത ആയുധങ്ങൾ പാകിസ്ഥാൻ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ കണ്ടതാണല്ലോ, തകർന്നു വീണത്, അതിർത്തി പോലും കടന്നിട്ടില്ല. വമ്പൻ കമ്പനികൾ തങ്ങളുടെ ഫാക്ടറികൾ ചൈനയിൽ നിന്നും മാറ്റി ഇന്ത്യയിൽ സ്ഥാപിക്കുന്നു. ആപ്പിൾ ഐഫോണുകൾ ഇന്ന് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്നു. ഈ മാറ്റം അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. ചൈനയെ നേരിടാൻ ഇന്ത്യയെ പോലൊരു ശക്തമായ മറ്റൊരു പങ്കാളി അമേരിക്കയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ട്രംപിന് ഇന്ത്യയുടെ കൂടെ നിർത്തിയേ മതിയാവൂ. ഇന്ത്യ വേണം അവർക്ക്. തന്നെ തിരഞ്ഞെടുപ്പ് ലാഭത്തിനായി ഇന്ത്യ വിമർശിച്ചാലും ഉടൻ തന്നെ അത് തിരുത്തുന്നത് ഈ ഭയം കാരണമാണ്. ഇതാണ് പുതിയ ഇന്ത്യ. ആരുടെയും മുമ്പിൽ തലകുനിക്കാത്ത, സ്വന്തം അന്തസ്സും അഭിമാനവും മുറുകെ പിടിക്കുന്ന ഭാരതം. ഡൊണാൾഡ് ട്രംപിനെ പോലെ ഒരു വ്യക്തിക്ക് തന്റെ വാക്കുകൾ മാറ്റി പറയേണ്ടി വന്നുവെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന്റെ വിജയമാണ്. നരേന്ദ്രമോദി എന്ന നേതാവിന്റെ വിജയമാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഈ മലക്കം മറിച്ചിൽ വെറും ഒരു രാഷ്ട്രീയ നാടകമല്ല, മറിച്ച് 140 കോടി ജനങ്ങളുള്ള ഒരു മഹാരാജ്യത്തിന്റെ വളർച്ചയുടെ സാക്ഷ്യപത്രമാണ്. ട്രംപിനെ പോലെ ഒരു അതിശക്തനായ നേതാവ് പ്രസ്താവന ഇറക്കി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് വിഴുങ്ങേണ്ടി വന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഭാരതത്തിന്റെ നയതന്ത്ര സ്വാധീനം ഇന്ന് എവറസ്റ്റിനേക്കാൾ ഉയരത്തിലാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കെട്ടിപ്പടുത്തത് കേവലം സൗഹൃദങ്ങളല്ല, മറിച്ച് മാറ്റാൻ കഴിയാത്ത ആഗോള ബന്ധങ്ങൾ തന്നെയാണ്. ഒരു കാലത്ത് വിദേശ മാധ്യമങ്ങൾ ഇന്ത്യയെ ദാരിദ്ര്യത്തിന്റെ നാടായി ചിത്രീകരിച്ചിരുന്നു. എന്നാൽ ഇന്ന് അവരെല്ലാം ഇന്ത്യയുടെ കുതിപ്പിനെ കുറിച്ച് അത്ഭുതത്തോടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപിന്റെ പ്രസ്താവന തിരുത്തലിലൂടെ ലോകത്തിന് ലഭിച്ച സന്ദേശം എന്തായാലും വളരെ വ്യക്തമാണ്. ഇന്ത്യയെ അവഗണിച്ചോ അപമാനിച്ചോ ഇനി ലോകത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വാണിജ്യ രംഗത്തായാലും പ്രതിരോധ രംഗത്തായാലും ഇന്ത്യ ഇന്ന് മറ്റാരെയും ആശ്രയിക്കുന്ന രാജ്യമല്ല, മറിച്ച് ലോകം ഇന്ത്യയെ ആശ്രയിക്കുന്ന തലത്തിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു. വിശ്വഗുരു എന്ന പദവിയിലേക്ക് ഭാരതം നടന്നു കയറി കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു പുതിയ ഇന്ത്യയാണ്. ശത്രുക്കളുടെ മുമ്പിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത, മിത്രങ്ങൾക്ക് വേണ്ടി നെഞ്ചുറപ്പോടെ നിൽക്കുന്ന, സ്വന്തം കാര്യങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കുന്ന ഇന്ത്യ. ട്രംപിനെ കൊണ്ട് മോദി പവർ സമ്മതിപ്പിച്ചത് നമ്മുടെ നയതന്ത്രജ്ഞതയുടെ വലിയ വിജയമാണ്. ഈ കുതിപ്പ് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. വരും കാലങ്ങളിൽ ലോകത്തിന്റെ എല്ലാ പ്രധാന തീരുമാനങ്ങളും എടുക്കപ്പെടുന്നത് ഇന്ത്യയുടെ സമ്മതത്തോടു കൂടിയായിരിക്കും. ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ചത് പറയേണ്ട നിമിഷമാണത്. കാരണം നമ്മൾ മാറുകയാണ്, നമ്മുടെ രാജ്യവും മാറുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ട്രംപിന്റെ ഈ ഒരു മാറ്റത്തെ വെറുമൊരു വാർത്തയായി കാണാതെ നമ്മുടെ രാജ്യത്തിന്റെ അജയ്യമായ ശക്തിയായി കാണുക. എന്തായാലും ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ വാർത്ത ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.